ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. വിവിധ വിഷയങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട് അതിഭീകരമായ അവസ്ഥയിൽ കൂടി അനേകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4:8 ദാവീദ് വിളിച്ചു പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കുമിടയിൽ കർത്താവിൻ്റെ പരമാധികാരത്തിൻ്റെ ശാന്തമായ ഉറപ്പാണ് സമാധാനമെന്നത്. ആരും പ്രയാസങ്ങളിൽ നിന്ന് മുക്തരല്ല. എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അവരുടെ ഉത്കണ്ഠകളെ സമാധാനപരമായ ഉറപ്പായി മാറ്റുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. പാപിയായ മനുഷ്യൻ ദൈവത്തോട് ശത്രുതയിലായിരിക്കുന്നു. അതായത് പാപികൾ ദൈവം മുമ്പാകെ കുറ്റക്കാരാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് മാത്രമല്ല, പാപികൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നുള്ള നന്മകളിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ ദാനം കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനാണ്. പാപം മുഖാന്തരം ദൈവത്തിൽ നിന്നും നിത്യമായി വേർപെടുന്നതിന് പകരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവവുമായുള്ള നിത്യമായ ഐക്യത്തിലാണ്. ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനപ്പെട്ടിരിക്കുന്ന നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമാധാനത്തോടു കൂടെ ആയിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ വിളിച്ചു പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച ദിവ്യ സമാധാനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ്